നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുവാവിന്റെ മരണം, ഹോസ്പിറ്റലിനെതിരെ പൗരസമിതി രംഗത്ത്. ശക്തമായ കാറ്റിൽ സ്കൂൾ മതിൽ തകർന്നു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് സായ് ഹോക്കി എക്സ്റ്റൻഷൻ സെന്ററായി തെരഞ്ഞെടുത്തു. അധ്യാപക വിദ്യാർത്ഥി സംഘടന ഉപഹാരം സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ +2 തലത്തിൽ ഏറ്റവും ഉയർന്ന വിജയം കരസ്ഥമാക്കിയ നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടന ഉപഹാരം സമർപ്പിച്ചു. സ്കൂളിൽ നടന്ന യോഗം ഇരിഞ്ഞാലക്കുട MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് A ബാലൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ K ശ്രീകുമാർ ഉപഹാരം സമർപ്പിച്ചു. KC പ്രേമരാജൻ, ഷീബ നാരായണൻ, TS സജീവ് മാസ്റ്റർ, CR ബോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും അവിട്ടത്തൂർ LBSHM സ്കൂളിന്റെ മതിൽ തകർന്നു. 100-ലേറെ വർഷം പഴക്കമുള്ളതാണ് ഈ മതിൽ. ബൈക്കപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ച സംഭവത്തിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അധികൃതർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് പൗരസമിതി പ്രവർത്തകർ ഹോസ്പിറ്റലിന് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തി. കഴിഞ്ഞ ബുധനാഴ്ച പടിയൂരിൽ വെച്ച് ബൈക്കപകടത്തിൽപ്പെട്ട പട്ടേപ്പാടം സ്വദേശി ആൽബർട്ടാണ് മരിച്ചത്. പടിയൂർ നിലമ്പതിക്ക് സമീപമാണ് ആൽബർട്ടും സുഹൃത്ത് ഷിനോജും സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ടവരെ ഉടനെ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ തല സ്കാൻ ചെയ്ത് നെറ്റിയിൽ മാത്രമേ പരിക്കുകൾ ഉള്ളൂ എന്ന് ഡോക്ടർമാർ അറിയിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. ശനിയാഴ്ച രാത്രിയോടെ ഛർദ്ദിച്ച അവശനായ ആൽബർട്ടിനെ തൃശൂർ അശ്വിനി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും തുടർന്ന് അവിടെ നടത്തിയ CT സ്കാനിങ്ങിൽ തലയുടെ പിൻഭാഗത്തും കണ്ണിലേക്കുള്ള പേശികളിൽ തകർച്ചയുള്ളതായും കണ്ടെത്തുകയായിരുന്നു. പഴുപ്പ് ബാധിച്ചതിനെ തുടർന്ന് ഇന്ന് രാവിലെ 7 മണിയോടെ ആൽബർട്ട് മരിക്കുകയും ചെയ്തു. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ശരിയായി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് യുവാവിന് ശരിയായ ചികിത്സ കിട്ടാതിരുന്നതും മരിക്കുന്നതിന് കാരണമെന്നും ആരോപിച്ച് പൗരസമിതി പ്രവർത്തകർ ഹോസ്പിറ്റലിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. യുവാവിന്റെ മരണത്തിന് ഉത്തരവാദികളായ ഹോസ്പിറ്റൽ അധികൃതർക്കെതിരെ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പൗരസമിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സായ് ഹോക്കി എക്സ്റ്റൻഷൻ സെന്ററായി ക്രൈസ്റ്റ് കോളേജിനെ തെരഞ്ഞെടുത്തു. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന യോഗത്തിൽ സായുടെ സദേൺ റീജിയണൽ ഡയറക്ടറായ ഡോക്ടർ G കിഷോർ, കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ജോസ് തെക്കനെ കോളേജിനെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള അംഗീകാര പത്രം നൽകി. BPE അധ്യാപകൻ ഫാദർ ജോയ് പീനിക്കൽ പറമ്പിൽ സ്വാഗതം പറഞ്ഞു. കൊല്ലം സായ് സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ വർഗീസ്, തൃശൂർ സായ് സെന്റർ ഇൻചാർജ് PK മാത്യു, കോച്ച് രവി, കോളേജ് കായികാധ്യാപകൻ KJ തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.